നമസ്കാരം. രത്നശാസ്ത്രത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാറേ, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ട് നല്ല റെസ്പോൺസ് ആയിരുന്നു. കുറേ പേര് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ചു. അപ്പം നമുക്ക് ഇതിനകത്ത് ചോദിക്കാനുള്ളത്, രത്നങ്ങളും ജ്യോതിഷവും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ്? കാരണം എപ്പോഴും രത്നങ്ങൾ പറയുമ്പം ഓരോരുത്തർ ചേരുന്നത് നോക്കിയിടണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അത് തമ്മിലൊരു ബന്ധം എന്താണെന്ന് പറയാം. രത്നങ്ങളും ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശം. ഒരു സൈഡിൽ ജ്യോതിഷം എന്ന് വെച്ചാൽ ഒരാളുടെ ബർത്ത് ചാർട്ട്, പ്ലാനറ്ററി പൊസിഷൻ, ഒരാളുടെ അസ്ട്രോളജിക്കൽ ബേസ് എന്ന് പറയുന്നത്. അതിൻ്റെ മറുവശമാണ് രത്നങ്ങൾ. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് പ്ലാനറ്ററി പൊസിഷൻസ് അനലൈസ് ചെയ്യാനുള്ള ഒരു കഴിവാണല്ലോ ഒരു ആൾക്ക് വേണ്ടത്. അത് അനലൈസ് ചെയ്യാതെ നമുക്ക് സ്റ്റോണിലേക്ക് കടക്കാൻ പറ്റത്തില്ല. ഒരു സ്റ്റാർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വെറുതെ ഒരു സോഡിയാക് സൈൻ പറഞ്ഞിട്ടോ ഒന്നും നമുക്ക് കല്ലുകൾ കറക്റ്റ് ആകത്തില്ല. ഒരാൾക്ക് ഒരു സ്റ്റാർ, ഇപ്പോൾ ഒരു മകം നക്ഷത്രം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോൺ എങ്ങനെ കൊടുക്കുന്നത്? മകം നക്ഷത്രക്കാരെല്ലാം ഒരേ ഹൈറ്റ്, ഒരേ ജീവിത രീതി, ഒരേ വിദ്യാഭ്യാസം, ഒരേ സാമ്പത്തികം ഒരിക്കലുമല്ല. പിന്നെ എങ്ങനെ സ്റ്റോൺ ഒന്നാകുന്നത്? അപ്പോൾ ജുവലറികളിലെന്ന് പറയുന്നത് ഒരു ചാർട്ട് വെച്ചിരിക്കുക. അതെ, നമ്മൾ ചെന്ന ഒരു നാള് പറഞ്ഞ് അവരൊരു സ്റ്റോൺ നമുക്ക് സജസ്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അശ്വതി, മകം, മൂലം, ഈ മൂന്ന് നക്ഷത്രക്കാരും ഏത് ജുവല്ലറിയിൽ, ഇപ്പം മരിയ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏത് ജുവല്ലറി കയറിയാലും എനിക്കൊരു സ്റ്റോൺ വേണമെന്ന് പറഞ്ഞാൽ ഒരു കാറ്റ്സൈ എന്ന് പറയുന്ന സ്റ്റോൺ, അതായത് ഒരു ടേബിൾ എടുക്കും, നോക്കിയിട്ട് കാറ്റ്സൈ വരും. കാരണം ഈ മൂന്ന് നക്ഷത്രക്കാരും ജനിക്കുന്നത് കേതുർദശ എന്ന് പറയുന്ന ദശാകാലത്താണ്. അതിൻ്റെ സ്റ്റോൺ ഈസി അത് കാറ്റ്സൈ ആണ്, വൈഡൂരിയാണ്. അപ്പോൾ അത് എല്ലാവർക്കും ചേരണമെന്നില്ല. ഇപ്പോൾ പോയി എടുക്കുന്ന നാള് പറഞ്ഞ് എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അയാൾക്ക് ഈ കേതു നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു പ്ലാനറ്റാണ്, അത് ഓക്കെ. അല്ലാത്ത മകൻകാരൻ കുടുങ്ങും ഒരിക്കൽ പോലും. കാരണം എല്ലാ രത്നങ്ങളിനകത്തും ഒരു മിനറൽ കണ്ടൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബോഡിയിൽ മാച്ച് ചെയ്യുന്നുണ്ടോ, ഏത് സപ്പോർട്ടീവ് പ്ലാനറ്റാണ് എന്ന് ഗ്രഹനില D9, D1, D9 മറ്റ് ഡിവിഷണൽ ചാർട്ടുകളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു തീരുമാനത്തിലെത്തുന്നത്. എന്നിട്ടാണ് ഈ ആൾക്ക് ഏതെങ്കിലും രത്നം ഇട്ടാൽ ഗുണമുണ്ടോ, ഇട്ടത്തിന് എത്ര ക്യാരറ്റ് വേണം, ഇതെല്ലാം നിശ്ചയിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരിക്കലും നിങ്ങൾ ഒരു ഭംഗി കണ്ടിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു രത്നം ധരിച്ചിട്ടുണ്ട്, അതിനുശേഷം അയാൾക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ട് ആ രത്നം പോയി വാങ്ങിച്ചിടുക ഒന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതില് ശരിക്കും പ്രോപ്പറായിട്ട് എന്താണ് നമ്മൾ നോക്കേണ്ടത്? നമുക്ക് ഒരു രത്നം ധരിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം, ബർത്ത് പ്ലേസ്. ഡേറ്റ് ഓഫ് ബർത്തും ടൈമും വേണം, നമ്മുടെ നാള് മാത്രം പോരാ. ഡേറ്റ് ഓഫ് ബർത്തും സമയം തന്നെ ഞാൻ പറയാമല്ലോ നാളെ ഏതാന്നുള്ളത്, അത് കിട്ടുമല്ലോ. അതിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും. കാരണം നമ്മുടെ ടൈം ഓഫ് ബർത്തും വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. അതിൽ നിന്നാണ് നമ്മൾ ഡിവിഷണൽ ചാർട്ടുകൾ, നമ്മുടെ ഫസ്റ്റ് ഹൗസ്, 12 ഹൗസസ് ആണ് ഇതിനകത്തുള്ളത്. ഫസ്റ്റ് ഹൗസ് കണ്ടുപിടിച്ചാലേ നമുക്ക് 12ാമത്തെ ഹൗസിലോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലേ? ഫസ്റ്റ് ഹൗസ് കണ്ടുപിടിക്കുന്ന ടൈം ഓഫ് ബർത്ത് വേണം. അപ്പോൾ ഒരാളുടെ ഒരു ബർത്ത് ചാർട്ട് കണ്ടാൽ നമ്മൾ ക്ലീനായിട്ട് അയാളുടെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് പെനിട്രേറ്റ് ചെയ്യുക വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ്. അപ്പോൾ അത് കറക്റ്റായിരിക്കും. അതിനകത്ത് ഏതെല്ലാം പ്ലാനറ്റ്സ് സപ്പോർട്ടീവാണ്, ഏതെല്ലാം പ്ലാനറ്റ് വളരെ റോങ് സൈഡ് നിൽക്കുന്നു, ഇതിൻ്റെ എല്ലാം പഠിച്ചതിന് ശേഷമാണ് നമ്മൾ സ്റ്റോൺ സജസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ വരുന്ന ഒരാൾക്ക് സ്റ്റോൺ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ട്, ജ്വല്ലറി ചെല്ലുന്നു, നായിക പോയി ഒരു നാള് പറയുന്നു, സ്റ്റോൺ സജസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള സംഭവം. അപ്പൊ നമ്മൾ അത് തെറ്റാണ് കംപ്ലീറ്റ്ലി. ഇതൊരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ആ ചാർട്ട് വെച്ച് കൊടുക്കുക, അത് തെറ്റായ ഒരു, നമ്മളെപ്പോഴും പല വീഡിയോസിലും പറയുന്നതാണ്. ഇത് പഠിച്ച കാലം പോലെ നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇത് പഠിച്ചാൽ തീരാത്തൊരു സബ്ജക്റ്റുമാണ്. അതെ, എനിക്ക് അടുത്ത സാറിനോട് ചോദിക്കാനുള്ളതും അത് തന്നെയാണ്. സാർ എങ്ങനെയാ ഈ ഒരു ജെമോളജിസ്റ്റ് ഇതിന് എങ്ങനെയായിരുന്നു? അത് നമ്മളിപ്പോൾ 10-28 വർഷം കൊണ്ട് നമ്മൾ ഇത് പഠിച്ചു തീർന്നിട്ടില്ല. ഇപ്പോഴും നമ്മളൊരു വിദ്യാർത്ഥിയാണ്. ഇത് പഠിച്ചു തീർന്നത് നെവർ എൻഡിങ്ങാണ്. ഇപ്പം മ്യൂസിക്, ഇത് എവിടെയെങ്കിലും പഠിച്ചു തീർന്നോ? ഈവൻ ദാസേട്ടൻ പോലും പറയുന്നുണ്ട് ഞാനിപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ നമ്മളൊന്നും പഠിച്ചിട്ടില്ല. ഇപ്പോൾ എന്തും ഡെയിലി നമ്മളിത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം പുതിയ പുതിയ കല്ലുകൾ, പുതിയ പുതിയ മൈനുകൾ ലോകത്തിൻ്റെ പല സ്ഥലത്തുള്ളത്, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഇഷ്ടംപോലെ കല്ലുകൾ, പലതരത്തിലുള്ള പ്ലേ ഓഫ് കളേഴ്സുള്ള കല്ലുകളുണ്ട്, നോർമൽ കല്ലുകളുണ്ട്,
മനസ്സിലായില്ലേ? പ്രീഷ്യസ് സ്റ്റോൺസ്, സെമി പ്രീഷ്യസ്, ഒരുപാട് രത്നങ്ങളുണ്ട്. അതൊക്കെ പുതിയ പുതിയ മൈനുകളൊക്കെ ഉണ്ട്. സൗത്ത് ആഫ്രിക്കൻ, ഇപ്പോൾ അത് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് മൈനുകൾ വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് നമ്മൾ നിൽക്കണമല്ലോ. ഇത് പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഇപ്പോഴും നമ്മൾ ഒരു വിദ്യാർത്ഥിയാണ്, എങ്ങും എത്തിയിട്ടില്ല. അപ്പൊ ഇത് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എങ്ങനെ സാധാരണക്കാർക്ക് ഇത് പഠിക്കണം? അത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുള്ളിക്ക് ആ തോട്ട് വരും. ആ തോട്ട് വന്നാൽ അതിനുള്ള വഴി ഓപ്പൺ ആകും. അങ്ങനെയാണ്. ഇപ്പം എനിക്കൊരു സ്ഥലത്ത് എത്തണം എന്ന് ഞാൻ മനസ്സിലങ്ങ് ഉറച്ചു, പിന്നെ അതിനുള്ളൊരു വഴി തെളിയുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റെഫർ ചെയ്യാം. നമ്മുടെ ഫിംഗർ ടിപ്സിൽ തന്നെ ഉണ്ട് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ പ്രാക്ടിക്കൽ നോളജ് എന്ന് കണ്ടും എടുത്തും പിടിച്ചും നമുക്ക് കൃത്യമായിട്ട് ഒരു രത്ന നിർണയത്തിലേക്കോ ഒരു രത്നത്തിന് ഇവിടെ ഞങ്ങൾക്ക് ഒരു ഞങ്ങളിരിക്കുന്ന ഇത്ര ഞാനുമായിട്ട് അസോസിയേറ്റ് നിൽക്കുന്ന ഒരാൾക്കും ഒരു കല്ലിനും നമുക്ക് സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. കണ്ടാലറിയാം, കയ്യിലെടുത്ത് നോക്കിയാൽ അറിയാം. പിന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ് എന്തിനാണ് കൊടുക്കുന്നത്? ആ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ്. അപ്പം അങ്ങനെയാണ് രത്നങ്ങളുടെ ഒരു എന്താ പറയുക, ജ്യോതിഷപരമായിട്ട് നമ്മൾ വെറുതെ പോയി ഒരു ജ്വല്ലറിയിൽ പോയിട്ട് അവർ പറയുന്ന അത് ചെയ്യാതെ പ്രോപ്പറായിട്ട് ഗൈഡൻസോട് കൂടി മാത്രം നിങ്ങൾ രത്നങ്ങൾ ധരിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന വിജയം ലഭിക്കുകയുള്ളൂ, റിസൾട്ട് ഉള്ളൂ. അപ്പം എന്തായാലും ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.